ഇനി ഈ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്കറിയില്ല എന്നുള്ള അല്ലത് കേട്ടോ ജിൻഡു. ആ പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന കുഡ് നോട്ട് റിവീൽ എന്നുള്ളതാണ്. റിവീലിൻ്റെ വാക്കിലർത്ഥം അത് വെളിപ്പെടുത്താൻ കഴിയില്ല റിബേഷ് എന്നുള്ളതാണ്. റിബേഷ് രാമകൃഷ്ണൻ ഡിവൈഎഫ്ഐയുടെ നേതാവ് മാത്രമല്ല, അവിടുത്തെ ഒരു സ്കൂളിലെ അധ്യാപകനാണ്. സ്കൂളെന്ന് പറഞ്ഞാൽ LP സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് കേട്ടോ ഈ റിബേഷ് രാമകൃഷ്ണൻ. അദ്ദേഹം ആരോടും പറയില്ല, പോലീസിനോട് റിവീൽ ചെയ്യില്ല ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന്. അത് നമ്മൾ മാധ്യമങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പോയി കണ്ടുപിടിക്കുക എന്ന് ധിക്കാരം പറയും. ജില്ലാ കമ്മിറ്റി ആകട്ടെ റിബേഷിന് പൂർണ്ണ പിന്തുണയും നൽകും. പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. ഇതിപ്പോ നിങ്ങൾക്ക് ചോദിക്കുന്നതിന് മുന്നേ എല്ലാ ആളുകളും ചാനലുകളെല്ലാം തോന്നിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പം പ്രത്യേകിച്ച് ചോദിക്കാൻ പറയുന്നില്ല. അതുപോലെ മാധ്യമങ്ങൾ ചെയ്തിരിക്കും. മാധ്യമങ്ങൾ ചെയ്യേണ്ട പണിയല്ല, ഒരു കാര്യങ്ങൾ അന്വേഷിക്കേണ്ട സാധനം ചെയ്തത്. അതിനകത്ത് എനിക്കും വേറെ പ്രത്യേകിച്ച് എനിക്ക് വേറെ പറയുന്നില്ല. സംഘടന പറഞ്ഞിട്ടുണ്ടല്ലോ നിയമപരമായ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്ന ആളാണ്. അത് ഞാൻ അഭിപ്രായം. പോലീസ് റിബേഷിനോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ 2/13 റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തേക്ക് ഇത് ഫോർവേഡ് ചെയ്തു എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണ് പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റിബേഷ് ഫോണ് പോലീസിനെ ഏൽപ്പിച്ചു. ശാസ്ത്രീയമായ പരിശോധന, ഫോറൻസിക് റിപ്പോർട്ട് വരണം, ശാസ്ത്രീയമായ പരിശോധന ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കണം. അതാണ് ഡിവൈഎഫ്ഐയുടെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. റിബേഷ് നിയമ നടപടിയായി പോകും എന്നാണ് റിബേഷ് ഇപ്പോൾ പറയുന്നത്. വക്കീലിനെ കണ്ട് വക്കീലുമായി ആലോചിച്ച് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇത് ക്രിയേറ്റ് ചെയ്തത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ ശാസ്ത്രീയമായ അന്വേഷണം നടക്കണം. അതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. ഇനി മുഖ്യമന്ത്രിയോട് ചോദിച്ചാലോ എന്ന് പറഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു നാടിനെ ചോര ചിന്താനുള്ള ഭാഗ്യത്തിനത് പൊട്ടിപ്പൊളിഞ്ഞത് കാരണം, ആ നാടിന് വിവേകമുള്ളത് കാരണം ഒന്നും സംഭവിച്ചില്ല. മനുഷ്യന്മാരെ തമ്മിലടിപ്പിച്ച് കടാര കയറ്റി കൊല്ലാൻ പാകത്തിലുണ്ടാക്കിയെടുത്ത മാരകായുധമാണ്. ആ ആയുധത്തെ പറ്റി മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ അവിടെയും ഇവിടെയും ആരെയും തള്ളിപ്പറയില്ല, അവിടെ ഇവിടെയും തൊടാതെ എന്താണ് ഇതുപോലുള്ള സമാനമായ വിഷയങ്ങൾ മുഖ്യമന്ത്രി പറയും പോലെ ഒരു മറുപടി ഇന്നലെ പറഞ്ഞാണ്. അതുകൊണ്ട് കേൾക്കണം. പോലീസ് റിപ്പോർട്ടിൻ്റെ കാര്യം ഞാൻ പത്രത്തിൽ കണ്ടു. ഞാൻ എൻ്റെ കയ്യിൽ അതിന് റിപ്പോർട്ടില്ല. നോക്കാം എന്താണെന്നുള്ളത്. അത് സാധാരണഗതിയിൽ പോലീസല്ലേ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം പോലീസ് പരിശോധിച്ച് വരട്ടെ എന്താണെന്നുള്ളത്, എന്നിട്ടല്ലേ നമ്മൾ നോക്കേണ്ടത്. ശ്രീ അസ്കർ, ആരെയും തള്ളി പറയുന്നില്ല, ആർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് ആരും പറയുന്നില്ല. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഈ റിബേഷ് എന്ന് പറയുന്ന സംശയനിഴലിൽ നിൽക്കുന്ന പോലീസ് തന്നെ കണ്ടെത്തിയ അതിൻ്റെ ആദ്യ കണ്ണി എന്ന് പറഞ്ഞാൽ ഈ ഉഡായിപ്പ് സാധനം ആദ്യമായി ഒരു പോസ്റ്റ് രൂപത്തിൽ അങ്ങോട്ടേക്ക് ഇട്ട ആദ്യ കണ്ണിയെ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി പറയുന്നത്. എന്ന് പറഞ്ഞാൽ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയവരെ നിങ്ങൾ ധൈര്യമായിരിക്കൂ, ഞങ്ങളുണ്ട് ഇവിടെ ചേർത്ത് പിടിക്കാൻ എന്നല്ലേ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണത്തിൻ്റെ അർത്ഥം? ശ്രീ ഹസ്കർ. അല്ല ഹാഷ്മി, ഇതിലെ നമ്മൾ അത്തരത്തിലല്ല വായിക്കേണ്ടത്. വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 17ഓളം മുൻ കേസുകൾ നിലവിലുണ്ട്. ആ 17ഓളം കേസുകളെന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചറെ അപമാനിക്കുന്നതിനു വേണ്ടി പോൺ ചിത്രങ്ങളടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രചരണങ്ങളുടെ ഭാഗമായി പോലീസ് എടുത്തിട്ടുള്ള 17 കേസുകളുണ്ട്. നമുക്കറിയാം പോലീസിൻ്റെ IT വിങ്ങിനെ സംബന്ധിച്ചിടത്തോളം IT ആക്ട് പ്രകാരമുള്ളൊരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അത് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലല്ല ഒരു തെളിവുകൾ കണ്ടെത്തേണ്ടത്, ശാസ്ത്രീയമായി തന്നെ തെളിവിലെടുക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിൽ ഫേസ്ബുക്കിൻ്റെയും അതുപോലെ തന്നെ വാട്സാപ്പിൻ്റെയൊക്കെ പേരൻറ്റ് കമ്പനിയായിട്ടുള്ള മെറ്റ 3-ാം പ്രതിയായിട്ട് ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു കേസ് കൂടിയാണിത്. സ്വാഭാവികമായി അവർ വിവരങ്ങൾ നൽകാത്തത് കൊണ്ടാണ് അങ്ങനെ. മാത്രമല്ല ശാസ്ത്രീയമായ തെളിവുകളെന്ന് പറയുമ്പോൾ ഇത് ഉറവിടം ഇപ്പോൾ റിബേഷ് ആണല്ലോ അത് ആദ്യമായി പ്രചരിപ്പിച്ചത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ആ റിബേഷിന് എങ്ങനെ അത് കിട്ടി എന്നുള്ളത് കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അയാളുടെ ഫോൺ. അപ്പോൾ സ്വാഭാവികമായി ആ ഫോൺ ലഭിച്ചതിന് ശേഷം മാത്രമേ അതിന്റെ ഫോറൻസിക് ലാബ് റിപ്പോർട്ട്, സൈബർ വിങ്ങിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് മാത്രമേ ഒരു നിലവിൽ ഇത് പറയുന്നത് VD സതീശനോ മാധ്യമങ്ങളോ അല്ലല്ലോ. ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ നിലവിൽ ഇത് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പായ പോലീസ് വകുപ്പിന്റെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ റൂറൽ സ്പേസ് സ്ഥലം മാറ്റി കേട്ടോ. പിന്നീട് അതെന്താ കാരണമെന്ന് അറിയില്ല. ആ പോലീസ് നമ്മുടെ പരമോന്നത നീതിപീഠത്തിൽ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലാണ് പറയുന്നത് ഇതിൻ്റെ തുടക്കം ഇടത് വാട്സാപ്പ് ഗ്രൂപ്പിലാണ്, ഇതിൻ്റെ പ്രചരണം ഇടത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ തന്നെയാണ്. അതിൻ്റെ തുടക്കം ആദ്യ കണ്ണി എന്ന് പറയുന്നത് റിബേഷാണ്. റിബേഷിനെ നിരുപാധികം ചേർത്ത് പിടിക്കുന്നത് എന്തിനാണ് ഡിവൈഎഫ്ഐ? ഹസ്കർ. അല്ല, നിശ്ചയമായി ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് റിബേഷിൻ്റെതാണെന്ന് പോലീസിൻ്റെ കണ്ടെത്തി. റിബേഷാണ് അത് ഉൽപ്പാദിപ്പിച്ചത്, അതല്ലെങ്കിൽ ഉത്ഭവസ്ഥാനം റിബേഷാണോ എന്നുള്ളത് കണ്ടെത്താൻ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ശാസ്ത്രീയ മാർഗത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ആ ശാസ്ത്രീയ മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയമായും ഇക്കാര്യത്തിൽ ഒരു നിയമ നടപടി ഉണ്ടാകും. ഇവിടെ നിയമ നടപടി എടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടോ? ഹൈക്കോടതിയിൽ ഇക്കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി പോലീസ് ഒരു റിപ്പോർട്ട് കൊടുത്തു. അവിടെയും
സൈബർ ഗ്രൂപ്പുകളെ സംബന്ധിച്ചാണ്. നമുക്കറിയാം ഇടതു സൈബർ ഗ്രൂപ്പുകളെ സംബന്ധിച്ച് അവധാനതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നത് പലപ്പോഴും ഇവിടെ പോലീസ് സ്വമേധയാ അങ്ങ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കല്ലേ? CPM അടക്കം തള്ളി പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ചോദിക്കുന്ന നിയമ നടപടിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നു? ഇത് പോലീസ് സ്വമേധയാ ചെയ്തതല്ല. പോലീസ് സി ഭാസ്കരൻ കൊടുത്ത പരാതിയിൽ ഈ കാസിം എന്ന് പറയുന്ന നിരപരാധിയായ ചെറുപ്പക്കാരനെതിരെ ആ 10 മണിക്ക് പരാതി കൊടുക്കുന്നു. 10:22 ആകുമ്പോഴേക്കും ഈ ഗുരുതര നോൺ ബെയിലബിൾ വകുപ്പിട്ട് കാസിമിനെതിരെ കേസെടുക്കുന്നു. പിന്നീട് കാസിമാണ് എന്ന് പറഞ്ഞാൽ ഈ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ വർഗീയവാദി എന്ന് ഇടതു ഗ്രൂപ്പുകൾ ആരോപിച്ച ഈ കാസിം തന്നെ ഈ പരാതിയുമായി പോലീസ് സ്റ്റേഷൻ കയറി നടക്കുന്നു. ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഒടുവിൽ നിരപരാധിത്വം തെളിയിക്കാൻ ഈ കാസിം തന്നെ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. എന്നിട്ട് ഈ കാസിമിൻ്റെ ആവശ്യത്തിൽ കോടതി പോലീസിനോട് പറയലാണ് ഇത് നോക്കൂ എന്ന് പറയുമ്പോഴാണ് പോലീസ് അത് നോക്കുന്നതും ഈ റിപ്പോർട്ട് കൊടുക്കുന്നതും. ഇത് സ്വാഭാവികമായി പോലീസിൻ്റെ എന്തോ ഔദാര്യമെന്നൊന്നും പറയല്ലേ. ഇവിടെ കുറ്റവാളിയെന്ന് നിങ്ങൾ എന്താണ് കുരിശിൽ തറച്ച കാസിമിൻ്റെ പോരാട്ടമാണ് ഇതുവരെ എത്തിയത്. അല്ല ഹാഷ്മി, ഇതിനു മുമ്പ് ഒരു 17 കേസുകൾ വടകരയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ സൈബർ ഇടങ്ങളിൽ അപവാദ പ്രചരണം നടത്തിയതിനും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയതിനും പ്രചരണം നടത്തിയതിനും എതിരാണ് ആ കേസുകൾ എടുത്തിട്ടുള്ളത്. ആ കേസുകളൊക്കെ ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. സ്വാഭാവികമായി ഇതിൽ കാസിം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോയതുകൊണ്ട് അതിന് വേഗത വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊന്നും ഇതുവരെ മറ്റ് 17 കേസുകളിലല്ല. ആ 17 കേസുകളും കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ യൂത്ത് ലീഗിന്റെയോ പ്രവർത്തകർക്കെതിരെ എടുക്കപ്പെട്ടിട്ടുള്ള കേസുകളാണ്. ആരൊക്കെ പടച്ചുണ്ട് അപ്പോഴൊന്നും അതിൽ PK അജീഷ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ നേതാവ് അടക്കമുണ്ട് ആ കേസുകളിൽ. എന്ന് പറഞ്ഞാൽ അവിടെ വിദ്വേഷ പ്രചരണത്തിൽ ഏതെങ്കിലും UDF മാത്രമായിരുന്നില്ലെന്നേ. എല്ലാ കൂട്ടരും അനാരോഗ്യമായി നടത്തിയ ആ പ്രചരണത്തിൽ എല്ലാ കൂട്ടരും ഉണ്ട്. പക്ഷേ ഇത് കടന്ന കൈയാണ് അസ്കർ. ഇത് 5 നേരം നിസ്കരിക്കുന്ന ഒരു ദീനിയായ മുസ്ലിമായി ഷാഫിയെയും കാഫിറായി ടീച്ചറെയും പറഞ്ഞ ഈ ശൈലജ ടീച്ചർ അടക്കം തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം ആവർത്തിച്ച വർത്തമാനമാണത്. ഇതാ പ്രചരണങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ? ഇത് നാടിനെ കുട്ടിച്ചോറാക്കാനുള്ള അവിടെ കുറച്ച് അവിവേകവാദികൾ ഉണ്ടായിരുന്നുവെങ്കിൽ കത്തിയെടുത്ത് ഇറങ്ങുമായിരുന്ന മനുഷ്യനെ കൊന്നു തീർക്കുമായിരുന്ന ഒരു പണിയാ ചെയ്തത് അസ്കർ. അതിനെ സാമാന്യവൽക്കരിക്കല്ലേ? പക്ഷേ ആ കാഫിർ സ്ക്രീൻഷോട്ടിനെ ആരെങ്കിലും ഓൺ ചെയ്യുന്നുണ്ടോ? അങ്ങനെയല്ല. കാഫിർ എന്ന് പറയുന്ന ആ സ്ക്രീൻഷോട്ടിനെ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരോ ഏതെങ്കിലും ഇടതുപക്ഷ ബോധമുള്ള ആളുകളോ ഓൺ ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അത്തരത്തിൽ അതിനെ തള്ളിപ്പറയുക തന്നെയാണ് എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ബോധമെന്ന് പറയുന്നത് അത് തള്ളിപ്പറയുക തന്നെയാണ്. CPMന്റെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടുണ്ട് ഇക്കാര്യത്തിൽ. മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം മതത്തിലും ഇടപെടാൻ പാടില്ല. അത്തരത്തിൽ തന്നെ നിലപാട് തന്നെയാണ് CPM എടുത്തിട്ടുള്ളത്. ഒരു തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങളോ അതുവഴി ഏതെങ്കിലും 4 വോട്ട് കിട്ടുന്ന പരിപാടിയോ CPM ചെയ്യില്ലെന്നേ. CPM ചെയ്യാത്തിടത്തോളം കാലം CPMനെതിരെ പഴി പറയുന്നതിനു വേണ്ടി ഏതെങ്കിലും ഇടതുപക്ഷ സൈബർ ഇടങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും CPM ഇല്ല. CPMന് കൃത്യമായി സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതിന് താഴത്തെ ഘടകം മുതൽ സംസ്ഥാന ഘടകം വരെ പ്രത്യേക സോഷ്യൽ മീഡിയ പറയുമ്പോൾ പോലും ഇതിന്റെ ആദ്യ കണ്ണി റിബേഷിനെ നിങ്ങൾ ചേർത്ത് പിടിക്കുകയാണ്. റിബേഷിനെതിരെ പറഞ്ഞാൽ കേസ് കൊടുക്കുന്ന വരട്ടാണ് DYFI എന്ന് പറഞ്ഞാൽ ഇതിന് ആദ്യ കണ്ണി എന്ന് പറയുന്ന റിബേഷിനെ ഇപ്പോൾ നിങ്ങൾ ചേർത്ത് പിടിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഇടതുപക്ഷത്തിന് ഉത്തരവാദിത്വമില്ല, പോരാൾ ഷാജിമാൻ തള്ളിപ്പറയുമെന്ന് പറയുമ്പോൾ ഇതിൽ ആദ്യ കണ്ണിയായി നിൽക്കുന്ന റിബേഷിനെ ചേർത്ത് പിടിക്കുന്നു. റിബേഷിനെതിരെ വല്ല മിണ്ടിയാൽ കേസ് കൊടുക്കും എന്ന് പറയാൻ DYFIയും റിബേഷും.